ഗൈസ് അപ്പം നേരെ ഇച്ചു എഴുന്നേറ്റ് വന്നിട്ട് അപ്പോൾ പാർട്ട് 4 ആയിട്ട് അപ്പോൾ 4 അല്ല സോറി 5 ആയി. അപ്പോൾ ഇച്ചു എഴുന്നേറ്റ് വന്നതിന് ശേഷം വേഗം കുളിപ്പിച്ചിട്ടു. അപ്പോൾ നേരെ വൈകി രണ്ടാമത് ഉറങ്ങിയതല്ലേ അപ്പോൾ നമുക്കൊന്നും എഴുന്നേക്കാൻ തോന്നുന്നില്ലല്ലോ. അപ്പോൾ ആക്കും അങ്ങനെ തന്നെ നല്ല ഉറക്കം വരണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടൈം ആയെന്നൊക്കെ പറഞ്ഞപ്പോൾ എണീറ്റ് വന്നിട്ടോ. പിന്നെ ഓക്കിപ്പോൾ നല്ല ഡ്രൈ ആവുന്നുണ്ട് സ്കിൻ. അപ്പോൾ ഒരു മോയ്സ്ചറൈസർ തേക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലിസറിൻ ആട്ടോ. ഗ്ലിസറിനും റോസ് വാട്ടറൊക്കെ മിക്സ് ചെയ്തിട്ട് അത് ബോഡി ഒന്നും ഇങ്ങനെ മോയ്സ്ചറായിട്ട് ഇരിക്കും എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ. അങ്ങനെ ഡോക്ടർ സജസ്റ്റ് ചെയ്താട്ടോ. അങ്ങനെ അത് തേച്ചു. പൊട്ടൊക്കെ തൊട്ട് പിന്നെ കുറി തൊടാനും സ്വാമീനെ പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞ് വന്ന് അങ്ങനെ സ്വാമീനൊക്കെ പ്രാർത്ഥിക്കുക. അപ്പോൾ ദ്രൂട്ടനും വേണം. പിന്നെ ദ്രൂട്ടൻ കുളിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ മസാജ് ഓയിൽ എന്തായാലും വാങ്ങിക്കണം, എന്നിട്ട് കുളിപ്പിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ദ്രൂട്ടനും കുറി വേണമെന്നൊക്കെ പറഞ്ഞ് തൊട്ടൊക്കെ കൊടുത്ത് അത് നിൽക്കാട്ടോ. അപ്പം ഇനിയിപ്പോൾ ചായക്കടി കൂടി കൊടുത്തു കഴിഞ്ഞാൽ പണിക്ക് കഴിഞ്ഞിട്ടോ. പിന്നെ ഇവിടെ ബുക്കുണ്ട്, സ്ലേറ്റിൻ്റെ ബുക്കിലൊക്കെ എഴുതാനൊക്കെ എടുത്തിട്ട് അതൊക്കെ ഇന്നലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ബുക്ക് കൊടുത്ത് കണ്ട് ഇനി അംഗൻവാടി പോകാനുള്ളൂ. അപ്പോൾ ഇവിടെ അതിൻ്റെ സ്റ്റഡി ടേബിളിൽ നിന്ന് ക്ലിപ്പൊക്കെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ അടിയിലുണ്ടായിരുന്നു അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ സ്റ്റഡി ഏരിയ എങ്ങനെയൊന്നുമല്ല കേട്ടോ സെറ്റ് ചെയ്യുന്നതിന്. പിന്നെ ബഡ്ജറ്റ് കമ്മിയായപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആക്കി. ഇനി ഭാവിയിൽ നല്ല രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അപ്പോഴത്തേന് അതിച്ചുവിൻ്റെ കളർ എടുത്ത് കണ്ട് ആൾ കളർ ചെയ്യുന്നുണ്ട്. ഇവൻ കളർ ചെയ്യുന്ന ഇവിടെ മൊത്തം കളറാവും. അപ്പോൾ ഞാനും എടുത്തിരിക്കണം. അപ്പോൾ വേണ്ട പറഞ്ഞിട്ട് വാശി. പിന്നെ ഇച്ചും പറഞ്ഞ് കുറച്ച് ചെയ്യാമ്മ എന്നാണ്. അങ്ങനെ രണ്ടാളും ഇരുന്നു. അപ്പോൾ അച്ഛൻ വരുന്ന വരെ ടൈം ഉണ്ടല്ലോ. അങ്ങനെ അപ്പോഴത്തേന് അച്ഛൻ വന്നു കേട്ടോ. അങ്ങനെ അച്ഛൻ വന്നെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായ കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ വാരി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഒരു ഭാഗത്ത് ഇരിക്കുന്നിട്ട് വാരി തരാൻ പറഞ്ഞപ്പോൾ രണ്ടാളും കയറിയിരുന്നു. അതിനുശേഷം അച്ഛൻ വന്നിട്ട് ഞങ്ങൾ പോവാട്ടോ അംഗൻവാടിയിലേക്ക്. അപ്പോൾ അംഗൻവാടീൻ്റെ റോഡിൽ പണി നടക്കുന്നതുകൊണ്ട് വണ്ടി നിർത്തിയിട്ട് കുറച്ച് നടക്കാനും ഉണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങൾ അംഗൻവാടിയിലെത്തി. അപ്പോൾ ഇതുവരെ അംഗൻവാടിയിലുള്ള പ്രതിജ്ഞയും പ്രാർത്ഥനയൊക്കെ ആട്ടോ. അപ്പോൾ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഞങ്ങൾ എത്തുന്നത് ജസ്റ്റ് കയറി. അപ്പോൾ ഞാൻ പിന്നെ അതങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഇന്നലെ വിമുക്ത ദിനം അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ അവന് തന്ന മരുന്ന് കുടിക്കുന്നതിൻ്റെ ഇടയിലൊന്നും തട്ടി ഫുള്ള് ചിന്തി. അപ്പോൾ ഞാൻ ഇന്ന് ടീച്ചറെടുത്ത് ചോദിക്കുക വെച്ചിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അവർ പ്രതിജ്ഞയൊക്കെ വെറുതെ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞ് വന്ന് ഓയിലൊക്കെ തേച്ച് കുറച്ച് നേരം നടന്ന് ദ്രൂട്ടനെ കുളിപ്പിച്ച് തലയിൽ പൊടിയൊക്കെ തിരുമ്പി ലോഷനൊക്കെ തേച്ച് കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി ഓന് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ അവൻ നന്നായിട്ട് കഴിക്കും കേട്ടോ. എപ്പോഴാണോ കഴിക്കുക, അല്ലാത്ത ടൈമൊന്നും അങ്ങനെ കഴിക്കൂല. ഓന് 10 മണിക്കായി ഓൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ അത് കഴിക്കുള്ളൂ കേട്ടോ. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ വരാം. അപ്പം കാണാം. അപ്പം ഇനി ഞാൻ ജസ്റ്റ് കുളിച്ചിട്ട് ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതും ആറിട്ട് എൻ്റെ ഒരുവിധ പണികളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി രാത്രി ഞാൻ ചിലപ്പോൾ ചോറ് വയ്ക്കും, ചിലപ്പോൾ അത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇനി പണികളൊന്നുമില്ല. അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുവരേക്കും. ബായ്.